അപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർക്ക് പറഞ്ഞു പറയുന്ന ഇപ്പോഴത്തെ ആൾക്കാർക്കും പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമാണ് ഈ വെള്ളിയാഴ്ചയാണ് തിയേറ്ററിൽ ഈ ചേഞ്ച് വരിക, അറിയാലോ. അപ്പോഴാണ് നമ്മൾ വ്യാഴം റിലീസ് വരാൻ തുടങ്ങി. ഒരു കാലഘട്ടം വരെ വെള്ളിയാഴ്ചയാണ് തിയേറ്ററിൽ ചേഞ്ച്. അപ്പൊ ചില പടങ്ങൾ വെള്ളി, ശനി, ഞായർ, തിങ്കൾ വീണ്ടും വീക്ക് ഡേ വരുമ്പോൾ വിരിക്കും. എന്ന് വെച്ചാല് മറ്റേ വർക്കിംഗ് ഡേ വരുമ്പോഴേക്കും പടം മോശമാണെങ്കിൽ ഇരിക്കും. അപ്പൊ ആ സമയത്ത് പണ്ടത്തെ കമ്പനിക്കാർ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ആ കമ്പനി വലിച്ചിട്ട് അവരുടെ ഉള്ള വേറെ ഏതെങ്കിലും പടങ്ങൾ പടം ഇരുന്ന് ഹോൾഡ് ഓവർ ആയില്ലോ, ചൊവ്വ ബുധൻ വേടത്തിന് നിങ്ങൾക്ക് വേറെ പടം തരാമെന്ന് പറഞ്ഞിട്ട് ഇവർ വേറെ പടം കൊടുക്കും. അപ്പോൾ ആ പടവും മോശമാണെന്നുണ്ടെങ്കിൽ എൻ്റെ പപ്പ പറഞ്ഞുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പറമ്പിലൊക്കെ നമ്മൾ ഈ ഗുരുവായൂർ, വെങ്ങാമുക്ക്, മറ്റേ പഴനി, അഞ്ഞൂര് അവിടെയൊക്കെ ഈ തോട്ടം പണിക്കും ഈ പറമ്പ് പണിക്കൊക്കെ പോണ ജോലിക്കാർ വൈകുന്നേരം ആകുമ്പോൾ ഒരു ചെറുതടിച്ചിട്ട് തിയേറ്ററിൽ വന്നിരിക്കും. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് സ്ലോ പേസ്ഡ് പടങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരൊരു ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ ഇറങ്ങി വന്നിട്ട് പപ്പയുടെ ക്യാബിനിൽ വരും. അവിടെ കൗണ്ടറിൻ്റെ അടുത്ത് തന്നെയാണ്. രാജേട്ടാ ഇമാര് സാധനമാണെന്നുണ്ടെങ്കിൽ അടുത്ത് തന്നെ തിയേറ്റർ കത്തൂട്ടാ, ഒന്ന് സൂക്ഷിച്ചോ. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. രാജേട്ടൻ ഇത് വെറുതെ ആവശ്യമില്ലാതോ ചേഞ്ച് എന്നൊക്കെ ഓരോരോ വേറെ ഇങ്ങനത്തെ പടങ്ങൾ ഇടണ്ട, കഴിഞ്ഞ പടം തന്നെ ആണെങ്കിൽ ഒന്നുകൂടി കണ്ടിട്ടുണ്ടാവും. അപ്പൊ അവരെ സംബന്ധിച്ചോളം ഏത് പടം എന്നുള്ളതല്ല, അവർക്ക് വൈകുന്നേരം ആകുമ്പോൾ ഒരു ലക്ഷർ ആക്ടിവിറ്റി എന്നുള്ളതല്ല. അപ്പൊ ഇങ്ങനെയുള്ള നമുക്ക് നോക്കാടോ ഇനി അങ്ങനെ വരില്ല കേട്ടാ, ഞാൻ ശ്രദ്ധിച്ചോളാം, ഈ പടം എന്തായാലും വരില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നമ്മള് ചെറുപ്പത്തിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോ അങ്ങനെ അപ്പോൾ തന്നെ നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിലുള്ള ഒരു ചേട്ടൻ, ഞാൻ അന്ന് എനിക്ക് 4-5 കിലോ പിടിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ടിക്കറ്റ് മൂപ്പർക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായില്ല എന്നുള്ള രീതിയിലാണ് മൂപ്പര് ഇരുന്നത്. അപ്പൊ വലിയ കസേരകളിൽ ഞാൻ ഇരിക്കുക. അപ്പൊ ഇവര് ടിക്കറ്റ് മുറിച്ചു കൊടുക്കുന്നിടയ്ക്ക് മൂപ്പര് 2-3 പേർക്ക് വരുമ്പോൾ മൂപ്പര് ടിക്കറ്റ് മുറിച്ചു കൊടുക്കാണ്ട് മൂപ്പര് ഇപ്പുറത്ത് അവിടെ ചെന്നിട്ട് അവിടെ ഇരുന്നോട്ടോ എന്നിട്ട് ഇങ്ങനെ വാങ്ങണ്ട. അപ്പൊ ഞാൻ വിളിക്കുന്നത് എന്ത്, ഈ ടിക്കറ്റിന്റെ സ്ലിപ്പ് കൊടുത്താലല്ലേ ഈ പൈസ വാങ്ങണ്ടേ, ഈ സ്ലിപ്പ് എന്താ കൊടുക്കാത്ത എന്നെന്റെ മനസ്സിൽ പോയി. എന്താന്ന് എനിക്ക് മനസ്സിലായി, കള്ളത്തരാന്ന് എനിക്ക് അറിയില്ല. അപ്പം പിന്നെ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ പപ്പ ഇയാളെന്നെ പുറത്താക്കണത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് കൊടുത്തത് മൂപ്പരിങ്ങനെ. അപ്പൊ ഞാൻ എന്തോ ഒരു പൈസ ഉണ്ടാക്കിയെന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഓരോരോ കുറെ സാധനങ്ങൾ ചെറുപ്പത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഈ ഇപ്പം ഡോക്ടർ പ്രൊഫഷനിൽ നിലനിൽക്കുക, MBBS കഴിഞ്ഞിട്ടുണ്ട്, സിനിമ ആഗ്രഹമാണ് ഉള്ളത്, അന്ന് സോഷ്യൽ മീഡിയ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, ഷോർട്ട് ഫിലിം യൂട്യൂബിലേക്ക് തുടങ്ങിയിട്ടില്ല, ടെലിഫിലിമുകളുടെ ഒരു കാലഘട്ടമാണ്. വരണമെങ്കിൽ ഒന്നില്ലെങ്കിൽ മിമിക്രി അല്ലെങ്കിൽ സീരിയൽ മാത്രമേ വഴിയുള്ളൂ. ആ സമയത്താണ് റോണിയെ പോലുള്ള കുറച്ച് ആളുകൾ, റോണി ഉണ്ടാവും, ചിലപ്പോൾ നമ്മുടെ ഈ സുധീകോപ്പ, അങ്ങനത്തെ വിനയ് ഫോർട്ട്, ആ ഒരു ടീം വരുന്നത്. ആ സമയത്തെ ജീവിതാവസ്ഥ എങ്ങനെയായിരുന്നു? ജോലി ഉള്ളതുകൊണ്ട് പട്ടിണി കിടന്നിട്ടില്ല. അത് നമുക്ക് എന്തായിരുന്നാലും എൻ്റെ മെഡിക്കൽ പ്രൊഫഷൻ നമ്മൾ ഒരിക്കലും പലരും എന്നോട് ചോദിക്കും ഏത് ചേട്ടാ അതാണോ ഇതാണോ നല്ലതെന്ന് ചോദിക്കണം, അച്ഛനും അമ്മയെ ആരാ നല്ലതെന്ന് ചോദിക്കണതിനെ പോലെ നമുക്കൊരിക്കലും നമ്മളെ പ്രൊഫഷൻ നമുക്ക് തള്ളി പറയാൻ പറ്റില്ല. ഇപ്പൊ പട്ടിണി കിടക്കാതിരുന്നതിന് കാരണം ആ പഠിപ്പുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും പട്ടിണിയായി പോയനെ. അത് ആ സമയത്ത് ജീവിതം ഒരിക്കലും ഞാൻ പറഞ്ഞില്ലേ പട്ടിണി കിടക്കണമെന്നില്ല, അത്രേ ഉള്ളൂ. ബാക്കി എല്ലാ സാധാരണക്കാരന്റെ ശ്രീനിയേട്ടന്റെ പടത്തിലെ നായകനെ പോലെ തന്നെയായിരുന്നു. ഇപ്പൊ സൽമാൻ സുലോക്ക് സമാനത്തിലെയും ഗാന്ധിയ സെക്കൻഡ് സ്ട്രീറ്റിലെയും വെള്ളാനാളുടെ നാളിലെയും സാധാരണക്കാരനായ വ്യക്തി തന്നെയാണ് നമ്മൾ അന്നും ഇന്ന് ഞാൻ പറയും, ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ് ജീവിക്കണത്. ഞാനിപ്പോൾ എൻ്റെ കാര്യങ്ങൾക്ക് ഉള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ പോയി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. ഇപ്പം വൈഫിനോടൊക്കെ കൺവിൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അപ്പം ഞാൻ എത്രമാത്രം അംബീഷ്യസ് ആണ് പടം എനിക്ക് ഭയങ്കര പാഷനാണ്, അങ്ങനെ കോൺവെർസേഷൻ ഇങ്ങനെ നമുക്ക് നിർത്തിപ്പോയാലെന്നൊക്കെ വൈഫ് ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും. എന്ന് വെച്ചാൽ അത് നമ്മുടെ അംബീഷൻ കുറവുണ്ടായിട്ടല്ല, നമ്മൾ ഈ ചില സന്ദർഭങ്ങളിൽ സിനിമയിൽ നിന്നുണ്ടാവുന്ന ഞാനിപ്പോൾ വളരെ മോശം അനുഭവങ്ങൾ നമ്മൾ ഈ ഇടയ്ക്ക് ഞാൻ പ്രൊഡ്യൂസറിൻ്റെ ഞാൻ പേര് പറയുന്നില്ല, വിവാദമാവുമായിരിക്കും എനിക്കറിയില്ല. നമ്മൾ ഒരു GST ഹോൾഡർ എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ ഒരു പൈസ നമുക്ക് തന്നു, 1 ലക്ഷം രൂപ നിങ്ങൾ എനിക്ക് തരിക എന്നുണ്ടെങ്കിൽ അതിൻ്റെ GST കൂടി നിങ്ങൾ എനിക്ക് തരണം. നമ്മൾ GST ഇൻവോയ്സ് തരുമ്പോൾ GST നമുക്ക് തരണം. അപ്പോൾ ഒരു പ്രൊഡ്യൂസറിന് ഞാൻ GST ഇൻവോയ്സ് കൊടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ കൊടുത്തിട്ട് ഇദ്ദേഹം GST എനിക്ക് തരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ പറഞ്ഞു ഒരു 10 ദിവസം വരെ വെയിറ്റ് ചെയ്ത് തരാൻ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് അടച്ചു. അപ്പോൾ മൂപ്പര് എൻ്റെ അടുത്ത് തർക്കിച്ചു വെച്ചാൽ അതെങ്ങനെ നിങ്ങൾ അടയ്ക്കുക, ഞാൻ അത്ര GST തരാൻ കെൽപ്പില്ലാത്ത ആളാണോ? ഞാൻ പറഞ്ഞു ചേട്ടാ അതല്ലല്ലോ, ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ ചേട്ടാ, എന്നെ വിശ്വാസമില്ല എന്നെ വിശ്വാസമില്ലാണ്ട് നിങ്ങൾ ചെയ്ത്. അപ്പോൾ പുള്ളി അതിൻ്റെ റൈറ്റർ നമുക്ക് വളരെ അടുത്ത സുഹൃത്താണ്. ചേട്ടാ ഒന്ന് പറഞ്ഞ് സോൾവ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു ഇത് എന്തൊരു പുലിവാലാണിത്,
ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുക? മൂപ്പര് എനിക്ക് തരേണ്ട GST ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് അടച്ചു. അത് പുള്ളിക്കൊരു പ്രശ്നം. അത് മൂപ്പർക്ക്. അപ്പോൾ അപ്പൊ ഞാനിപ്പോൾ അത് ആ ക്യാരക്ടർ നമുക്ക് എവിടെയെങ്കിലും അടിക്കാൻ പറ്റും. ഭാവിയിൽ നമ്മളിങ്ങനെ അടിക്കുമ്പോൾ നിങ്ങൾ അടച്ചോ, അപ്പം എന്നെ വിശ്വാസമില്ല, ഞാൻ ആരാന്നറിയോ, നിങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞിട്ട് ശങ്കരാടി ചേട്ടത്തെ ഇവിടെ നോക്കൂ എന്ന് പറഞ്ഞ പോലെ തന്നെ മൂപ്പര് വേറെ നടന്മാരുടെ അടച്ചെന്നെ കാണിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് വേറൊരു പേഴ്സ്പെക്റ്റീവ് ചിന്തിക്കാമല്ലോ. എനിക്ക് ചേട്ടൻ വിശ്വാസമുള്ളതുകൊണ്ട് എനിക്ക് അടച്ചുകൂടെ? തരുന്നുള്ള വിശ്വാസം അടച്ചു. അപ്പൊ പുള്ളിക്ക് ഉത്തരവില്ല. അപ്പൊ പുള്ളി പെട്ടു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു തർക്കം കൂടെ ആയിക്കഴിഞ്ഞ് പിന്നെ ഞാൻ ആ പടം ചെയ്തില്ല. അപ്പൊ മൂപ്പര് എനിക്ക് തന്ന എമൗണ്ട് ഞാൻ തിരിച്ചു കൊടുത്തു. അപ്പൊ എൻ്റെ അടുത്ത് എൻ്റെ കൂടെയുള്ള നടൻ പറഞ്ഞു, അല്ല ഭായി നമുക്ക് അഡ്വാൻസ് തന്നതല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, GSTയുടെ ഇങ്ങനെയുള്ള ഒരു മോശം ഒരു പറയുന്ന ഒരാള് നാളെ പുള്ളി 4 പേരെടുത്ത് പറയും, ഡോക്ടർ റോണി അവനൊക്കെ നമ്മുടെ പൈസ കൊണ്ട് തിന്നതല്ലേ, എന്തിനാ നമ്മളെ പേര് കേൾക്കണേ? കൊടുത്ത അപ്പോൾ ക്ലിയർ ആയല്ലോ. നമ്മളെക്കുറിച്ച് മറ്റേ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ പപ്പ നമുക്കുണ്ടാക്കുന്ന നല്ല പേരുള്ളതെന്ന് വെച്ചാൽ പഠിക്കാൻ വന്നിട്ട് ഒരുത്തനും നമ്മുടെ അടുത്ത് കടം വാങ്ങിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, അപ്പം നമ്മളും നാളെ ഒരാളെയും കൊണ്ട് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഏൽപ്പിക്കണ്ട. റോണി ചേട്ടൻ ഞാൻ ആദ്യം കാണുന്നത് അങ്കരായത്തെ ജിമ്മന്മാർ എന്നുള്ള ഒരു സിനിമയുടെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വരുന്ന സമയത്താണ്. അന്ന് സിനിമയിലെ മറ്റ് കോ ആക്ടേഴ്സ് ഒക്കെ ആയിട്ട് വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മളോട് റോണി ചേട്ടനാണെന്ന് ബ്രീഫ് ചെയ്യുന്നത്. ഡയറക്ടറുടെ ഉൾപ്പെടെയുള്ള ശീലങ്ങള്, അവരുടെ കഥാപാത്രത്തിന്റെ ലേയേഴ്സ് ഒക്കെ അവരെ പറ്റിയിട്ടൊക്കെ വളരെ സൗഹൃദം ഉണ്ട് നമുക്ക് തോന്നിയിരുന്നു. സുഹൃത്തുക്കളെ കൊണ്ടൊരു ധാരാളിയാണോ റോണി ചേട്ടൻ? ഇപ്പം അങ്ങനെ ഒരേ ഗ്രൂപ്പുള്ള ആൾക്കാരായിട്ട് ഇപ്പം നമ്മുടെ ഉണ്ടയിലുള്ള എല്ലാവരുമായിട്ടും നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. കാരണം ആ പോലീസുകാരുടെ ജീവിതം പോലെയായിരുന്നു ഞങ്ങൾക്ക് ആ പടത്തിലെ ജീവിതം. മറ്റേ ഒരു ക്യാരവൺ, അതിനകത്ത് 8 പേര്. അപ്പം എനിക്കാണെന്നുണ്ടെങ്കിൽ ഒറ്റ പ്രശ്നമുള്ളൂ, എനിക്ക് ഈ നേരെ കിടക്കണം. നിലത്താണെങ്കിലും കുഴപ്പമില്ല, എനിക്കൊരു പ്രശ്നമില്ല. അപ്പം ഞാൻ അവസാനം ക്യാരവണിനകത്ത് ആൾ കൂടി നമുക്ക് 3-4 പേർക്കല്ലേ കിടക്കാൻ പറ്റുള്ളൂ ഒരു കട്ടില്ലേ. അപ്പം ഞാൻ അവസാനം ഇപ്പോൾ ഭ്രാന്തെടുത്തിട്ട് ഈ നമുക്ക് അവസാനത്തെ ക്ലൈമാക്സിലൊക്കെ തരുന്ന ചട്ടയില്ലേ, ആ ചട്ട നിലത്ത് വിരിച്ചിട്ട് ഞാൻ അവിടെ കിടന്നിട്ടുണ്ട് മുള്ളേരിയിൽ. കാരണം നമുക്ക് കിടന്നാൽ മതിയല്ലോ, എവിടെ എവിടെയാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ ആ ഗ്രൂപ്പിനായിട്ട് നമ്മൾ ഇപ്പോഴും ഒരു വല്ലാത്തൊരു എല്ലാവരും നമ്മളൊരു അടുപ്പുണ്ട്. ഇപ്പം തന്നെ നൗഷാദ്, ബോംബെ, ഗോകുലൻ, കോപ്പ, ലുക്മാന്, അർജുൻ അശോകൻ, നമുക്ക് എല്ലാവരുമായിട്ടും ഷൈൻ ടോം. ഇപ്പം ഷൈൻ ടോമിൻ്റെ അടുത്തൊക്കെ ഞാൻ ഒരൊറ്റ തവണ ഞാൻ വിളിച്ചിട്ടുള്ളൂ നമ്മുടെ കണ്ണൂർ സ്കോഡിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഷൈൻ ടോമിനെ വന്ന് ചോദിച്ചു, ഷൈൻ ടോമിന് ഒറ്റ ഡൗട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഷൈൻ ടോമിനോട് ചോദിച്ചത് പപ്പായ കഴിച്ചാൽ പ്ലേറ്റിലിട്ട് കൂടുമെന്നുള്ള മാത്രമാണ്. അപ്പം ഞാൻ ഷൈൻ്റെ അടുത്ത് പറഞ്ഞു, ഷൈനയുടെ കൂടൂടാ, എനിക്ക് സംശയം കേട്ടോ റോണി, അതെനിക്ക് നല്ല ഡൗട്ടുണ്ട്, അത് ഇങ്ങനെ ഓരോന്നെങ്കിൽ സംശയമുണ്ട്, നീ പറഞ്ഞ തെറ്റാ. ഇല്ലടാ കൂട്, ഞാൻ ഉറപ്പ് പറയല്ലേ, നീ എന്തിങ്ങനെ പറഞ്ഞ പച്ചപ്പപ്പായയുടെ നീര് വരെ ഡയബറ്റിക് പേഷ്യൻസിൻ്റെ ഊണ്ടിൽ ഒഴിക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതൊക്കെ ഒഴിച്ചു വെറുതെ പ്രശ്നം. ഞാൻ പറഞ്ഞടാ ഇപ്പണ്ട കാര്യമല്ല, മുമ്പത്തെ കാര്യമാണ്, ഇത് ചെയ്തിട്ടുണ്ട്, അത് ഉണങ്ങും, അതൊന്ന് ഇത് പ്ലേറ്റിലിട്ട് കൂടും എന്ന് പറഞ്ഞ അതൊറ്റ കാര്യം. ആ ഇൻഫർമേഷൻ വേണ്ടിയാണ് ഈ പടം ചെയ്തത്. അല്ല, അവൻ സത്യം പറഞ്ഞാൽ നമ്മൾ വിളിച്ചപ്പോൾ പിന്നെ മമ്മൂക്കയുടെ അടുത്തുള്ള ബഹുമാനം, മമ്മൂക്കയുടെ അടുത്തുള്ള സ്നേഹം, കമ്പനി മിസ്അണ്ടർസ്റ്റുഡ് മനുഷ്യനാണെന്ന് തോന്നിയിട്ടുണ്ടോ ഷൈൻ?